ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു എഗ്ഗ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 ചെറുതാണെങ്കിൽ 3 എടുക്കാം. അപ്പോൾ ഈ സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം കഴുകി അതിലെ വെള്ളമൊക്കെ നല്ലൊരു തുണിയിലൊക്കെ വെച്ചിട്ട് തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ഇത് ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അങ്ങനെ അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡർ ഉള്ളവർ അത് ചേർത്താം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. 1/2 ടീസ്പൂണ് ചേർത്തി കൊടുക്കാം. അപ്പോൾ വെറും വെളുത്തുള്ളി മാത്രമാണെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെയും ചേർത്താട്ടോ. ഞാൻ രണ്ടും പാടെ മിക്സ് ചെയ്തുള്ളത് കൊണ്ട് 1/2 ടീസ്പൂണാണ് ചേർത്തി കൊടുത്തിട്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് കൈവച്ചിട്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ ആകണ വിധത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചേർത്തി കൊടുക്കാം. ഇനി ഇത് കൈവച്ച് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആകണ രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിമ്മ കോട്ടിങ് പിടിക്കൂല കേട്ടോ. എന്നാലും ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കണേ. കുറച്ച് വിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട പാടന്നെ ഇളക്കരുത്. കുറച്ച് സമയത്ത് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് ഉൾവശം കുക്കാവണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയ്ക്കുള്ള സമയത്ത് കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ ഇത് കഴിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കുക്കാവുമെന്ന് സംശയം ഉണ്ടാവും. ഉൾവശമൊക്കെ നല്ലവണ്ണം കുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.